समुद्रवसने देवी पर्वतस्तनमण्डले विष्णुपत्नी नमस्तुभ्यं പാദസ്പർശം ക്ഷമസ്വമേ. നഗരവൽക്കരണത്താലും പാശ്ചാത്യ സംസ്കാര സ്വാധീനത്താലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന എത്രയേറെ ആചാര അനുഷ്ഠാനങ്ങളാണ് നമുക്കുള്ളത്. അത്തരം ഒരു അനുഷ്ഠാനത്തെ പരിചയപ്പെടുത്തുക ആണ് സാമഗായന ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ തലമുറ വളരെ വിരളമായി മാത്രം കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഉച്ചാര അഥവാ ഉച്ചാരൽ. ചില സ്ഥലങ്ങളിൽ ഇത് ഉച്ചാരൽ വേലയായും ചിലയിടങ്ങളിൽ ഉച്ചാര മഹോത്സവമായും ആചരിക്കുന്നു. ഭൂമിദേവി വർഷത്തിൽ ഒരിക്കൽ ഋതുമതിയാകുന്ന സമയമാണ് ഇതെന്നാണ് സങ്കല്പം. ചൊവ്വ അഥവാ കുജൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നാണ് വിശ്വാസം. ഉച്ചാര എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അത് മകരമാസം 27 മുതൽ 22 തീയതി തുടങ്ങും. പക്ഷേ 27 തീയതി മുതലാണ് അത് കാര്യമായിട്ട് കണക്കിലെടുക്കുക. 27, 28, 29, 30 4 ദിവസം സംക്രാന്തി ആയിട്ട് ആ 27 തീയതി മുതൽ വൈകുന്നേരം മുതൽ പിന്നെ മാച്ചിയെടുത്ത് അടിക്കില്ല. പിന്നെ ഒരു കാര്യങ്ങളും ഇങ്ങനെ ഒരു വേദന വരുന്ന രീതിയിൽ ചെയ്യില്ല. അപ്പോൾ 29 സംക്രാന്തി വന്നിനെങ്കിൽ 29 തീയതി അത് ചെയ്യും. 30 തീയതി ആണെങ്കിൽ 30 തീയതി ചെയ്യും. പിന്നെ 1 തീയതി ഒന്നും ചെയ്യില്ല. 2 തീയതി എല്ലാം ഇത് അടിച്ചു വൃത്തിയാക്കും. 3 പോയി 4 തീയതി എല്ലാം അടിച്ച് വൃത്തിയാക്കി സുഖമായിട്ട് എല്ലാം ചെയ്യും. അതെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഭൂമിദേവി പെണ്ണായതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് ചിലയിടങ്ങളിൽ മകരം 22 മുതലും ചിലയിടങ്ങളിൽ മകരം 27 മുതലും ഇത് ആചരിച്ചു വരുന്നു. ചൂലുകൊണ്ട് വീടും പരിസരവും അടിച്ചു വാരാനോ കൃഷിപ്പണികൾ ചെയ്യാനോ പാടില്ല. ഈ സമയത്ത് കാർഷിക ഉപകരണങ്ങൾ ഭൂമി തൊടാതെ വെക്കണം എന്നാണ് സങ്കല്പം. പത്തായം തുറക്കാതിരിക്കാൻ വേണ്ടി വള്ളികൾ കൊണ്ട് കെട്ടിവെക്കും. പാട്ടകൃഷി ചെയ്യുന്നവർ എല്ലാ കണക്കുകളും തീർക്കുന്നതും ഈ സമയത്താണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.